സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഇപ്പൊ കാണാനുള്ളത് എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള കഥകൾ മാത്രമാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ആ പടത്തിൽ എന്താണ് സംഘപരിവാർ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനു മുമ്പും നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമകളിലെല്ലാം ഇതുപോലുള്ള കലാപങ്ങളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം ഈ സംഖ്യകൾക്ക് ഇത്രയും കൊണ്ടതെന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന ഈ പ്രശ്നങ്ങൾ അത്രയ്ക്കൊന്നും തന്നെ അതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും മോഹൻലാലിനെ പോലുള്ള ഒരു മെഗാ സ്റ്റാർ ഈ സിനിമയിൽ വന്ന തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുകയും ആ സിനിമയിലെ കാര്യങ്ങളെല്ലാം കുഴപ്പമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന സീനുകളെല്ലാം കട്ട് ചെയ്യുമെന്നും പറയുന്നത് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇതുപോലുള്ള ഓരോ പ്രവർത്തകരും ഇതുപോലുള്ള വിദ്വേഷികൾക്കും ഫാസിസ്റ്റുകൾക്കും എതിരെ മുട്ടുമടക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ ആരാധകരുള്ള ആളാണ് ഈ മോഹൻലാലും അതുപോലെ തന്നെ പൃഥ്വിരാജും ഒക്കെ. ഈ ഒരു വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായം കേട്ടുകൊണ്ട് ഈ ഒരു തീരുമാനമെടുത്തത് വളരെ തെറ്റായി പോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വി രാജേഷ് BJPയുടെ നേതാവാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു, എമ്പുരാൻ സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നതിനിടയ്ക്ക് താങ്കൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ, എന്താണ് അതിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹൈക്കോടതിയോട് വി രാജേഷ് പറഞ്ഞത് അതിലെ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു. എന്നിട്ടും ഹൈക്കോടതിക്ക് വേണ്ടത്ര തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഈ സെൻസർ ബോർഡ് പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് ഈ ഇത് കൊടുത്തത്, സാക്ഷ്യം കൊടുത്തതെന്നും ഒക്കെ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. കേന്ദ്ര സെൻസർ ബോർഡും കേരളത്തിലെ സെൻസർ ബോർഡും എല്ലാം അപ്രൂവ് ചെയ്ത ഒരു സിനിമ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്രയും പുളകം കൊള്ളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വി രാജേഷിനോട് ഹൈക്കോടതി വളരെ രൂക്ഷമായി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, സിനിമ പ്രദർശനം തടയേണ്ടതില്ല എന്നെല്ലാം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ BJP ഈ വി രാജേഷിനെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത് കാരണം കൊണ്ട് വി രാജേഷിനെ BJPയിൽ നിന്ന് അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി. കാരണം BJP നേതാക്കളൊന്നുമായിട്ട് ആലോചിക്കാതെയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് BJP നേതൃത്വത്തിന്റെ നിലപാട്. ഇന്ന് എമ്പുരാന്റെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ എല്ലാം ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സംഘപരിവാർ പറയുന്ന സീനുകളെല്ലാം കട്ട് ചെയ്തിട്ടുള്ള പുതിയ പതിപ്പുകൾ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ആ തിയേറ്ററുകളിൽ എത്തുമ്പോൾ എത്രത്തോളം അതിന്റെ സീനുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത വിഷയം ഇതിൽ നിന്നും ഇനി വേറൊരു വിഷയവുമായി സംഘപരിവാറിനെതിരെ സിനിമയിലായാലും പൊതുമധ്യത്തിലായാലും ആരെങ്കിലും സംസാരിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും സിനിമ ഇറക്കുകയോ ആരോപണം ഉന്നയിക്കുകയോ ചെയ്താൽ അവരെ പൂട്ടുന്ന നിലപാട് ഇത് തന്നെയാണ് ആ സിനിമയിലും പറഞ്ഞിട്ടുള്ളത്. NIA പോലുള്ള സംഘടനകളുടെ ആ ഒരു സംഘപരിവാർ അനുകൂല നിലപാടുകളെ തുറന്നു കാണിച്ചിട്ടുള്ള ഈ എമ്പുരാൻ പോലുള്ള ഒരു സിനിമ അത് ഇന്നത്തെ സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയായാലും മോഹൻലാലും പൃഥ്വിരാജും അടങ്ങുന്ന, ആന്റണി പെരുമ്പാവൂരും ഒക്കെ അടങ്ങുന്ന ഈ ഒരു ടീം ഈ ഒരു സിനിമയുടെ ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്യുകയോ മാപ്പ് പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇതിനോട് എതിർപ്പ് തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഏത് തുറന്നു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സിനിമയിൽ ഇവർ പറയത്തക്ക യാതൊരു ബുദ്ധിമുട്ടുകളോ യാതൊരു പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംഘപരിവാറിന്റെ വെറും അനാവശ്യ ആരോപണങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്.